നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേണൽ സോഫിയ ഖുറേഷിയെ തൊട്ടു, മന്ത്രിക്ക് കൈപൊള്ളി. ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ അടിയുടെ ചൂട് മാറും മുൻപ് സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ കരണം പുകയുന്ന അടി മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായ്ക്ക് കിട്ടിയിട്ടുണ്ട്. സൈന്യത്തെ അപമാനിച്ചാൽ ഏതു കൊമ്പത്തിരിക്കുന്നവനായാലും തൂക്കി അകത്തിടും. ആ ഒരു നിലപാടിലേക്ക് കോടതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിട്ടത് വിജയ് ഷായെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ സംസ്ഥാന പോലീസിന് 8ന്റെ പണി കിട്ടും എന്നുള്ള ഒരു മുന്നറിയിപ്പും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതോടുകൂടി തന്നെ അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ നേരെ വെച്ചുപിടിച്ച് വിജയ് ഷാ സുപ്രീം കോടതിയിലേക്ക് പോയി. എന്നാൽ സുപ്രീം കോടതി ചെവിക്ക് പിടിച്ച് വലിച്ചു പുറത്തിടുകയാണ് ചെയ്തിരിക്കുന്നത്. കടുത്ത വിമർശനങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് വിജയ് ഷായ്ക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഹൈക്കോടതിയിൽ പോയി ക്ഷമ ചോദിക്കാനും അല്പം വിവേകം കാണിക്കാനുമാണ് സുപ്രീം കോടതി മുഖത്തു നോക്കി പറഞ്ഞത്. മന്ത്രിയുടെ പരാമർശങ്ങൾ അസ്വീകാര്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് ചൂണ്ടിക്കാട്ടി. ഭരണഘടനാ പദവികൾ വഹിക്കുന്ന വ്യക്തികൾ സംസാരത്തിൽ വിവേകം പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അറസ്റ്റിൽ നിന്ന് സംരക്ഷണം തേടിയാണ് ഷാ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഇപ്പോൾ കസേര തന്നെ തെറിക്കും എന്നുള്ള ഘട്ടത്തിലാണ് വിജയ് ഷാ എത്തിയിരിക്കുന്നത്. BJPയും കടുപ്പിച്ചാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഘട്ടം വന്നാൽ വിജയ് ഷായുടെ മന്ത്രി കസേര തെറിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ മുൻനിരയിലുണ്ടായിരുന്ന കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് അധിക്ഷേപിച്ചായിരുന്നു അങ്ങേയറ്റം വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ കൊണ്ട് ഒരു പൊതുമധ്യത്തിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു വിജയ് ഷാ. ഇതിന്റെ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു. അതാണ് വിജയ് ഷായ്ക്ക് പണി കിട്ടാൻ കാരണമായത്. വിജയ് ഷാ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അതായത് കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ ഈ വേദിയിലിരുന്ന മറ്റു കുറച്ച് മണ്ടന്മാരുണ്ട്. ഇവരെ കൈയടിച്ച് പാസ്സാക്കുകയായിരുന്നു. അത് വലിയ കരഘോഷമൊക്കെ മുഴക്കിയാണ് ആ ഒരു പ്രസ്താവനയെ അങ്ങ് ഏറ്റെടുത്തത്. ആ കൂടി ഇരുന്നവരാണ് ഏറ്റവും വലിയ ഭയപ്പെടേണ്ട മറ്റൊരു കൂട്ടർ. കാരണം ഇവരുടെയൊക്കെ ഉള്ളിലുള്ളത് രാജ്യസ്നേഹമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് വർഗീയത മാത്രമാണ്. അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെങ്കിലും വിജയ് ഷായെ തിരുത്താൻ തയ്യാറായില്ല. എന്തിനേറെ വേദിയിൽ ഉണ്ടായിരുന്നവർ പോലും ചിരിച്ചു മറിയുകയായിരുന്നു ആ സമയം. ഇതിന്റെ വീഡിയോ വൈറലായതോടെയാണ് മധ്യപ്രദേശ് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. മധ്യപ്രദേശ് ഹൈക്കോടതി പോലീസിനോട് ഉത്തരവിടുകയായിരുന്നു ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന്. തുടർന്നാണ് വിജയ് ഷായ്ക്കെതിരെ പോലീസ് കേസെടുത്തത്. ഇൻഡോറിലെ മാൻപൂർ സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. രാജ്യത്തിന്റെ ഐക്യം തകർക്കൽ, ഒരു വിഭാഗത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള വകുപ്പുകളാണ് വിജയ് ഷായ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കണം, ഒരു മന്ത്രിക്കെതിരെയാണ് ഈ വകുപ്പുകൾ ഇടേണ്ടി വന്നിരിക്കുന്നത്. അതായത് തലയ്ക്കകത്ത് വർഗീയത മാത്രം, മതം മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു കൂട്ടരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. മന്ത്രിക്കെതിരെ കേസെടുക്കാനും FIRന്റെ പകർപ്പ് ഹാജരാക്കാനും മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. നിർദ്ദേശം ലംഘിച്ചാൽ DGPക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് കൊടുത്തത്. കാരണം മന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് തന്നെ പോലീസിന് തൊടാൻ ഭയമായിരിക്കും. എന്നാൽ അതൊന്നും ഇവിടെ ചെലവാകില്ല, ഇത് കോടതിയാണ്, കോടതി പറയുന്നത് അനുസരിച്ചു കൊള്ളണം എന്ന് തന്നെയായിരുന്നു മധ്യപ്രദേശ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അതുമാത്രമല്ല, ഹൈക്കോടതിയുടെ മറ്റ് ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ്: വിജയ് ഷായുടെ പ്രസ്താവനകൾ അപകടകരമെന്നും പ്രഥമ ദൃഷ്ട്യാ മതത്തിന്റെ പേരിൽ ഭിന്നതയുണ്ടാക്കുന്ന പ്രവൃത്തിയാണെന്നും കോടതി നിരീക്ഷിച്ചു. തുടർന്നായിരുന്നു മന്ത്രിക്കെതിരെ ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യാനും DGPക്ക് കോടതി നിർദ്ദേശം നൽകിയത്. BJP കേന്ദ്ര നേതൃത്വവും ഇപ്പോൾ വിജയ് ഷായെ കൈയൊഴിഞ്ഞതോടെ വിവാദത്തിൽ മന്ത്രി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. തന്റെ വാക്കുകൾ സമൂഹത്തെയും മതത്തെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 10 വട്ടം മാപ്പ് പറയാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി പ്ലേറ്റ് മാറ്റിയിരുന്നു. എന്നാൽ ഈ പ്ലേറ്റ് മാറ്റിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. വായിൽ നിന്ന് വന്ന വാക്ക് അത്രത്തോളം വർഗീയത നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക തന്നെ ചെയ്യും. വിജയ് ഷായെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം. സോഫിയ ഖുറേഷി ഇന്ത്യൻ യുവതലമുറയുടെ മാതൃകയെന്ന് BJP ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് പ്രതികരിച്ചത്. 7 ദിവസത്തെ വാർത്താ സമ്മേളനം കൊണ്ട് മാത്രമല്ല, ജീവിതം കൊണ്ടും കുടുംബ പാരമ്പര്യം കൊണ്ടും വഡോദരയുടെ മകളും ബെഗവിയുടെ മരുമകളും ഭാരതത്തിന്റെ അഭിമാനവുമാണ് സോഫിയ ഖുറേഷി എന്നാണ് BL സന്തോഷ് Xൽ പങ്കുവച്ച കുറിപ്പ്. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ പരാമർശം അപലപനീയമാണെന്ന് ദേശീയ വനിതാ കമ്മീഷൻ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.
സോഫിയ ഖുറേഷി രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച മകളാണെന്നും ഉത്തരവാദിത്തപ്പെട്ട ചില വ്യക്തികൾ സ്ത്രീകളെ അപമാനിക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. മന്ത്രിയുടെ പേരെടുത്ത് പറയാതെയായിരുന്നു കമ്മീഷന്റെ വിമർശനം. എന്നാൽ വനിതാ കമ്മീഷൻ പങ്കുവെച്ച ഈ കുറിപ്പിന് താഴെ മറ്റു ചില കമന്റുകൾ വന്നിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ മന്ത്രിയുടെ പേരെടുത്ത് പറയാൻ കഴിയുന്നില്ല, ഭയമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ചില കമന്റുകൾ. ഏത് വലിയ കൊമ്പത്തിരിക്കുന്ന ആളാണെങ്കിലും സൈന്യത്തെ അപമാനിച്ചാൽ തക്ക ശിക്ഷ തന്നെ കൊടുക്കണമെന്നും ഇനിയും ഇത് വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ലെന്നും ഇനിയും സൈന്യത്തിന് നേരെ എന്തെങ്കിലും അധിക്ഷേപമോ അപമാനമോ പറയാൻ നാവെടുത്ത് വളയ്ക്കുന്നവർക്ക് ഇപ്പോൾ മന്ത്രിക്ക് കിട്ടുന്ന ഒരു തിരിച്ചടി നിയമ നടപടി അതൊരു മാതൃകാ നടപടി തന്നെ ആയിരിക്കണമെന്നും ഒരുപാട് പേർ കമന്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഓർത്തു നോക്കുക, ഒരു മന്ത്രിയുടെ, അതായത് ഭരണഘടനാ പദവി വഹിക്കുന്ന ആളാണ് ഒരു മന്ത്രി. അയാളിൽ നിന്നാണ് ഇത്തരത്തിൽ അങ്ങേയറ്റം വിദ്വേഷപരമായ ഒരു പരാമർശം ഉണ്ടായത്. ഏതെങ്കിലും ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഞാഞ്ഞൂൽ രാഷ്ട്രീയ പ്രവർത്തകനോ അല്ല വിജയ് ഷാ. മധ്യപ്രദേശ് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ്, അത്രത്തോളം വലിയ ഒരു പദവിയിലിരിക്കുന്ന ഒരാളാണ്. എന്നിട്ടും അതിൻ്റെ ആ പദവിയുടെ ഒരു മഹത്വം പോലും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആ പദവിക്ക് വെറും പുല്ലുവില കൊടുത്തുകൊണ്ടുള്ള ഒരു വർഗീയ പരാമർശമാണ് വിജയ് ഷായിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒന്നോർത്ത് നോക്കുക, ഭീകരവാദികളുടെ സഹോദരി എന്നാണ് ഇന്ത്യൻ സൈന്യത്തിലെ ഒരു വനിതാ ഓഫീസറെ അധിക്ഷേപിച്ചിരിക്കുന്നത്. അത് വെച്ചു പൊറുപ്പിക്കാൻ കഴിയുന്നതല്ല. രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വിജയ് ഷാ ഈ വിവാദത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അത് എൻ്റെ പ്രസംഗം വളച്ചൊടിച്ചതാണ് എന്നായിരുന്നു. എന്നാൽ വളച്ചൊടിച്ചതൊന്നുമല്ല. ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതിൽ നിന്ന് വ്യക്തമാണ് ഭീകരവാദികളുടെ സഹോദരി എന്ന് പറയുകയായിരുന്നു. പരോക്ഷമായാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതായത് വിജയ് ഷാ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ കണ്ണീര് വീഴ്ത്തിയ തീവ്രവാദികളെ അവരുടെ സഹോദരിയെ കൊണ്ട് കൊലപ്പെടുത്തി എന്നുള്ള ഒരു പരാമർശമാണ് ഈ വിജയ് ഷായിൽ നിന്നുണ്ടായത്. അതായത് ഭീകരവാദികളുടെ സഹോദരി എന്ന് തന്നെ പറഞ്ഞു വയ്ക്കുകയായിരുന്നു വിജയ് ഷാ. മൈക്ക് കിട്ടിയപ്പോൾ ആവേശത്തിൽ കവലപ്രസംഗം നടത്തിയതാണോ അതോ ഉള്ളിലുള്ള വർഗീയ വിഷം പുറത്തേക്ക് ചാടിയതാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും വിജയ് ഷായ്ക്ക് ഇപ്പോൾ 8ന്റെ പണികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിജയ് ഷായ്ക്കെതിരെ കോൺഗ്രസും അതുപോലെ തന്നെ BJP-കാരും തന്നെ ഇടഞ്ഞിട്ടുണ്ട്. BJP-കാരും പൂർണ്ണമായും വിജയ് ഷായെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. രാജ്യത്തിന് വലിയ സംഭാവനകൾ നൽകിയ സോഫിയ ഖുറേഷിയുടെ കുടുംബത്തിന്റെ മതം ചികയുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചത്. BJP-യുടെ യഥാർത്ഥ മുഖം പുറത്തായെന്ന് തൃണമൂൽ കോൺഗ്രസും വിമർശിച്ചു. മന്ത്രിയെ പുറത്താക്കണമെന്ന് CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ വിജയ് ഷായ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ വിജയ് ഷായ്ക്കെതിരെ നടപടിയെടുക്കാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പോലീസിന് നിർദ്ദേശം നൽകി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടിയാണ് അറസ്റ്റ് ഒഴിവാക്കാൻ സുപ്രീം കോടതിയിലേക്ക് ഓടിയത്. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്നും കരണം പുകയുന്ന അടി വിജയ് ഷായ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ വിജയ് ഷായിൽ നിന്നല്ല ആരിൽ നിന്നും ഉണ്ടാകരുത്. സൈന്യത്തെ അപമാനിക്കുന്നത് അത് രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.